ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ നടന്ന പ്രൈഡ് പരേഡിനിടെ വാൻ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചുകയറ്റി ഭീകരാക്രമണം. ഭീകരാക്രമണമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 16ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായ ജർമ്മൻ പൗരനാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പ്രതിക്കായി നഗരത്തിലുടനീളം പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 10 മണിയോടെ ടിയർഗാർട്ടൻ പാർക്കിന് സമീപമായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം. LGBTQA+ സമൂഹത്തിന്റെ പ്രൈഡ് മാർച്ച് കഴിഞ്ഞ് ആളുകൾ മടങ്ങുന്നതിനിടെ വെള്ള നിറത്തിലുള്ള വാൻ ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സമീപത്തെ മരത്തിലിടിച്ചാണ് വാൻ നിന്നത്. വൻ ദുരന്തത്തിന് പിന്നാലെ പരിപാടി ഉടനടി റദ്ദാക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. ബെർലിനിലെ ഇസ്ലാമിക് കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് വാഹനം ഓടിച്ചതെന്ന് ബെർലിൻ പോലീസ് വക്താവ് വ്യക്തമാക്കി. പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസിന്റെ പ്രത്യേക സംഘം പ്രതിക്കായി വലവീശിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ആക്രമണത്തിൽ പരിക്കേറ്റ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. വാഹനമിടിച്ചു പരിക്കേറ്റതിന് പുറമെ ചിലർക്ക് കുത്തേറ്റ മുറിവുകളുണ്ടെന്ന റിപ്പോർട്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം സംഭവത്തിൽ ബെർലിൻ മേയർ കായ് വെഗ്നർ കടുത്ത ഞെട്ടലും പ്രതിഷേധവും രേഖപ്പെടുത്തി. സമാധാനപരമായി നടന്ന ഒരു വലിയ കൂട്ടായ്മയ്ക്ക് നേരെയാണ് തികച്ചും മ്ലേച്ഛവും ക്രൂരവുമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മളുടെ സ്വതന്ത്രവും സഹിഷ്ണുതയുള്ളതുമായ സമൂഹത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സുരക്ഷാ സേന സദാസജ്ജമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കായ് വെഗ്നറുടെ പ്രസ്താവനയിലുണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രൈഡ് പരേഡുകളിലൊന്നായ ബെർലിനിലെ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ ആഘോഷങ്ങൾക്കിടെയുണ്ടായ ഈ അക്രമ സംഭവം ജർമ്മനിയിൽ ആകെ വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ലഭ്യമായിട്ടുള്ളവർ അത് പോലീസിന് കൈമാറണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ബന്ധമുള്ള 21കാരനായ അബ്ദുൾ ബി എന്ന യുവാവിനായി പോലീസും സുരക്ഷാ ഏജൻസികളും വൻ തിരച്ചിൽ ആരംഭിച്ചു. ബ്രാൻഡൻബർഗ് ഗേറ്റിന് സമീപം ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത LGBTQ ആഘോഷങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ദുരന്തമുണ്ടായത്. ഓട്ടത്തിലായിരുന്ന വെള്ള സിട്രോൺ സ്പേസ് ടൂറർ വാഹനം ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. വാഹനമിടിച്ച് തെറിപ്പിച്ചതിന് പുറമെ കാറിൽ നിന്നിറങ്ങിയ സംഘം കത്തി ഉപയോഗിച്ച് ആളുകളെ കുത്തുകയും ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് വാഹനം സമീപത്തെ മരത്തിലിടിച്ചാണ് നിന്നത്. അപകടത്തിന് തൊട്ടു പിന്നാലെ വേദിയിൽ നടന്നിരുന്ന കലാപരിപാടികളും നിർത്തിവെച്ചു. പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന അബ്ദുൾ ബി ജർമ്മൻ നിയമപ്രകാരം മുഴുവൻ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. മുൻപും തീവ്രവാദ കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഇയാളെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നിരോധിത ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ശ്രമിച്ചതിനെ തുടർന്ന് 2025 ലെബനനിൽ നിന്നും മടങ്ങിയെത്തിയ ഇയാളെ ബെർലിൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2026 മെയ് മാസം വരെ തടവിലായിരുന്ന ഇയാൾക്ക് ഡീറാഡിക്കലൈസേഷൻ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 6 അടി 2 ഇഞ്ച് ഉയരവും കറുത്ത തൊപ്പിയും ജാക്കറ്റും ഒക്കെ ധരിച്ച വെളുത്ത പാൻസും ധരിച്ച മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള പ്രതിക്കായി എന്തായാലും തെരച്ചിൽ നടക്കുകയാണ്. പ്രതിയുടെ ചിത്രങ്ങൾ പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്.